കല്ലടിക്കോട്ടേക്ക് തന്നെയാണ് പോകുന്നത്. റിദ ഫാത്തിമയുടെ വീട്ടിലേക്ക്. ഹൃദയഭേദകമായ കാഴ്ചകളാണ്. പക്ഷേ എങ്കിൽ പോലും ഈ സമയം നമുക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് അവരോടൊപ്പം നിൽക്കാൻ, ആ വീട്ടുകാരോടൊപ്പം നിൽക്കാൻ, ഇപ്പോൾ ആ നാട്ടുകാരോടൊപ്പം നിൽക്കാനേ കഴിയുകയുള്ളൂ. കാരണം തുടർച്ചയായി ഇവിടെ ഉണ്ടാകുന്ന അപകടങ്ങളിൽ പകച്ചു നിൽക്കുകയാണ്. ഏറ്റവും ഒടുവിൽ നഷ്ടമായ ഈ 4 ജീവനുകളിൽ അവർ വലിയ രോഷാകുലരാവുകയും ചെയ്യുന്നുണ്ട്. ശിവദാസ് കന്മനം റിദ ഫാത്തിമയുടെ വീട്ടിൽ നിന്ന് ചേരുന്നുണ്ട്. ശിവദാസ്, ഹൃദയഭേദകമായ കാഴ്ചകളാണ്. കണ്ണീരും ഒപ്പം അടങ്ങാത്ത രോഷവുമായാണ് നാട്ടുകാർ അവിടെ വന്നിങ്ങനെ ഈ ആദരം അർപ്പിച്ചു, അന്ത്യാഞ്ജലി അർപ്പിച്ചു പോകുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. അവരെന്തൊക്കെയോ കരുതിക്കൂട്ടിയിരിക്കുന്നു. കാരണം ഇന്ന് നടക്കുന്ന ചർച്ചയിൽ കൂടി അവർക്ക് ഒരുപാട് പ്രതീക്ഷയും ഉണ്ടാവേണ്ടതുണ്ട്. ഇതിനി ഇങ്ങനെ നിരത്തുകളിൽ ജീവനുകൾ പൊലിയരുത്. തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങളിൽ വലിയ ദുഃഖവും രോഷവും അടക്കി പിടിച്ചുകൊണ്ടാണ് നാട്ടുകാർ അവിടെ വന്നു പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ശിവദാസ്, എന്തൊക്കെ കാര്യങ്ങൾ? ജീവൻ പൊലിയുന്നത് ഒരു പതിവ് സംഭവമായി മാറിയിരിക്കുകയാണ് ഇവിടെ. കാരണം കഴിഞ്ഞ 1.5 മാസം മുമ്പ്, അതായത് ഇവിടെ വലിയ രീതിയിൽ പാലക്കാട് കല്ലടിക്കോട് തന്നെ ഇതിന് തൊട്ടടുത്തുള്ള സ്ഥലത്ത് ഏകദേശം 2 കിലോമീറ്ററുകൾക്ക് മാത്രം അപ്പുറത്ത് ഒരു വലിയ അപകടം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ഈ പാലക്കാട് ജില്ലയിൽ ഉണ്ടായിരുന്ന ഇലക്ഷന്റെ സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഞാൻ ഇത് റിപ്പോർട്ട് ചെയ്യാനായി അവിടേക്ക് പോയിരുന്നു. അന്ന് 5 യുവാക്കളാണ് അവിടെ അപകടത്തിൽ അവരുടെ ജീവൻ നഷ്ടമായത്. ഇങ്ങനെ വലിയ അപകടങ്ങളും ചെറുതുമായ നിരവധി അപകടങ്ങളാണ് ഈ പ്രദേശത്ത് മാത്രം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നാട്ടുകാർ ഒരു വലിയ പ്രതിഷേധത്തിൽ തന്നെയാണ് ഉള്ളത്. കാരണം അപകടം ഇപ്പോൾ ഇങ്ങനെ തുടർച്ചയായി ഉണ്ടാകുമ്പോൾ ഈ റോഡിലെ അശാസ്ത്രീയമായ നിർമ്മാണമെല്ലാം തന്നെ വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. ഇന്നലെ നമ്മൾ കണ്ടതാണ് അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളെല്ലാം തന്നെ. സാധാരണ ഒരു അപകടം നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകാറില്ല. പക്ഷേ ഇവിടെ ഇങ്ങനെ അപകടം നടന്നു. പക്ഷേ ഈ അപകടങ്ങൾ പതിവായ ഒരു സാഹചര്യത്തിലാണ് ഇവിടുത്തെ നാട്ടുകാർ പ്രതിഷേധിക്കേണ്ട ഒരു ഗതികേടിലേക്ക് എത്തിയത്. അതിനുശേഷം പിന്നീട് ജില്ലാ കളക്ടറുടെ ചേംബറിൽ ഇന്ന് ചർച്ച നടത്താം എന്നൊരു ധാരണയിൽ ഈ പ്രതിഷേധം ഇന്നലെ അവസാനിപ്പിക്കുകയായിരുന്നു. ഇനി ആ ചർച്ചയിൽ ആണ് നാട്ടുകാരുടെ ഒരു പ്രതീക്ഷ ഉള്ളത്. റോഡിലെ അശാസ്ത്രീയമായ പ്രശ്നങ്ങളെല്ലാം തന്നെ നികത്തി അത് റോഡിന്റെ വളവെല്ലാം തന്നെ നികത്തുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയിലാണ് നാട്ടുകാർ ഉള്ളത്. ഒരു ചെറിയ മഴ പെയ്താൽ പോലും അപകടം ഉണ്ടാകുന്ന തരത്തിലാണ് ഈ റോഡിന്റെ ഒരു സ്ഥിതി ഉള്ളത്. അതെല്ലാം തന്നെ പരിഹരിക്കാനുള്ള ഒരു നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഉള്ളത്. എന്തായാലും ഇന്നലെ നമുക്കറിയാം വലിയൊരു അപകടം തന്നെയാണ് നടന്നിട്ടുള്ളത്. ഈ നാടിനെ ഒന്നാകെ ദുഃഖത്തിലായതുകൊണ്ട് 4 വിദ്യാർത്ഥിനികളുടെ ജീവനാണ് ഈ അപകടത്തിൽ നഷ്ടമായത്. ഒരുപാട് ജീവിതത്തെ വലിയ പ്രതീക്ഷയോടെ കണ്ടുകൊണ്ട് ജീവിതത്തിലേക്ക് കടന്നു വരുന്ന 4 വിദ്യാർത്ഥിനികൾ, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 4 വിദ്യാർത്ഥിനികൾ, അവർ ഇന്നലെ പരീക്ഷ കഴിഞ്ഞു ജീവിതത്തിലെ പിന്നീട് വീടുകളിലേക്ക് മടങ്ങുന്ന ഒരു സമയം വൈകിട്ട് 4 മണിയോടുകൂടി വീടുകളിലേക്ക് മടങ്ങുന്ന ഒരു സമയമാണ്. ആ സമയത്ത് റോഡരികിലൂടെ നടന്നു പോകുമ്പോഴാണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു അപകടം ഉണ്ടായത്. അവരുടെ പുറകു ഭാഗത്തു നിന്നാണ് ഈ അപകടത്തിൽപ്പെട്ട ലോറി വന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ലോറി വരുന്നത് കാണാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെയാണ് ആ അപകടത്തിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ ഈ 5 പേരാണ് ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഒരു കുട്ടി ആ സമയത്ത് പെട്ടെന്ന് തന്നെ കുട്ടിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞു. മറ്റ് 4 പേർ ഈ അപകടത്തിൽപ്പെട്ട് അവരുടെ 4 പേരുടെയും ജീവൻ പൊലിഞ്ഞ് ആ രക്ഷപ്പെട്ട കുട്ടിക്ക് പരിക്കുണ്ട്. ആ കുട്ടി ഇപ്പോഴും ചികിത്സയിൽ തന്നെ തുടരുകയാണ് ചെയ്യുന്നത്. ഈ മരിച്ച 4 പേരുടെയും വീട് കല്ലടിക്കോട് പനിയമ്പാടം എന്ന സ്ഥലത്ത് ഏകദേശം അടുത്തടുത്ത് തന്നെയാണ്. 20 മീറ്റർ 50 മീറ്റർ ഉള്ളിലായിട്ടാണ് ഇവരുടെ എല്ലാം തന്നെ വീട് ഉള്ളത്. ഞാൻ ഇപ്പോഴുള്ളത് റിദ ഫാത്തിമയുടെ വീട്ടിലാണ്. ഇപ്പോൾ ഈ കുട്ടിയുടെ മൃതദേഹം ഇവിടെ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നത് സമീപത്തെ വീടിന്റെ ഒരു മുറ്റത്താണ്. ഇതിന് തൊട്ടടുത്ത് ഒരു വാടക വീട്ടിലാണ് അവർ താമസിക്കുന്നത്. സ്വന്തമായി ഒരു വീട് പോലും അവർക്ക് ഇല്ല. ഇങ്ങനെ നിരവധി സ്വപ്നങ്ങൾ ബാക്കിയാക്കി ആണ് അവർ ജീവിതത്തിൽ നിന്നും മടങ്ങുന്നത്. അപ്രതീക്ഷിതമായി അവരുടെ ജീവൻ നഷ്ടപ്പെടുന്നത്. മറ്റ് 3 കുട്ടികളുടെയും വീടുകളും ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് ഉള്ളത്. റീത ഫാത്തിമയുടെ വീടിന് തൊട്ട് സമീപം തന്നെയാണ് ആയിഷയുടെയും ഇർഫാനയുടെയും എല്ലാം വീട് ഉള്ളത്. അവിടെയും ഇപ്പോൾ വീടിന്റെ മുറ്റത്ത് ഓരോ കുട്ടികളുടെയും ചേതനയേറ്റ ശരീരം ഇപ്പോൾ വെച്ചിരിക്കുകയാണ്. ഓരോ നാട്ടുകാരായി ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അവരുടെ കൂടെ പഠിച്ച കുട്ടികളെല്ലാം തന്നെ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു.
സഹപാഠികൾ വന്നുകൊണ്ടിരിക്കുന്നു. അവർക്ക് ഇത് താങ്ങാൻ കഴിയുന്നില്ല. ഇന്നലെ വരെ അവരോടൊപ്പം ഉണ്ടായിരുന്ന, കളിച്ച് ചിരിച്ച് തമാശകൾ പറഞ്ഞ, കഥകൾ പറഞ്ഞ് അവരോടൊപ്പം ഉണ്ടായിരുന്ന ആ കുട്ടി, അവരുടെ കൂട്ടുകാരി, സഹപാഠികൾ ഇന്ന് ഇല്ല. അവർ ജീവനോടെ ഇല്ല. അവരുടെ ചേതനയേറ്റ ശരീരമാണ് അവർക്ക് മുൻപിൽ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ആ കുട്ടികളുടെ സഹപാഠികളായി ഈ ഇങ്ങോട്ട് വരുന്ന ഈ കുട്ടികളുടെ കാഴ്ച അവർ പലതവണ വിളിച്ചു നോക്കുന്നുണ്ട്. പക്ഷേ ആ വിളി കേൾക്കുന്നില്ല. അങ്ങനെ ഹൃദയഭേദകമായ ഒരു നൊമ്പരപ്പെടുത്തുന്ന ദുഃഖകരമായ കാഴ്ച ആണ് നമുക്ക് ഇവിടെ ഈ വീടുകളിൽ കാണാൻ കഴിയുന്നത്. ഓരോ വീടുകളിലും ഇത് തന്നെയാണ്. ഈ മരിച്ച 4 കുട്ടികളുടെ വീടിന് മുൻപിലും ഈ മൃതദേഹം വെക്കുമ്പോൾ ഉള്ള കാഴ്ച ഇത് തന്നെയാണ്. ബന്ധുക്കൾക്കും കൂട്ടുകാർക്കും നാട്ടുകാർക്ക് പോലും ഇത് കണ്ടു നിൽക്കാൻ കഴിയാത്ത തരത്തിൽ ആണ് ഇവിടെ ഉള്ള ഓരോ കാഴ്ചകളും. കാരണം അപ്രതീക്ഷിതമായ ജീവിതത്തിൽ നിന്നും മടങ്ങേണ്ടി വന്ന 4 കുട്ടികൾ ഒരു അപകടത്തിന്റെ രൂപത്തിൽ, ഒരു ലോറിയുടെ രൂപത്തിൽ അവരുടെ ജീവനെടുത്തു. ഈ സംഭവത്തിൽ ലോറി ഡ്രൈവറുടെയും ലോറി ക്ലീനറുടെയും എല്ലാം തന്നെ മൊഴി എടുത്തിട്ടുണ്ട്, കേസെടുത്തിട്ടുണ്ട്. അപകടത്തിൽപ്പെട്ട ലോറി മറ്റൊരു ലോറിയിൽ ഇടിച്ചാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത്. ആ ലോറിക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഇങ്ങനെ പൊതുദർശനം ഇപ്പോൾ തുടരുകയാണ്. അല്പസമയത്തിനകം തന്നെ ഇവരുടെ വീടുകളിൽ നിന്നും ഇവരുടെ മൃതദേഹങ്ങൾ മാറ്റി കരിമ്പനക്കൽ ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റും. 10 മണി വരെ അവിടെയാണ് പൊതുദർശനം ഉണ്ടാവുക. അവിടെ മന്ത്രിമാരായ എം ഡി രാജേഷും എ കൃഷ്ണൻകുട്ടിയും അടക്കമുള്ളവർ അവിടേക്ക് എത്തും. മറ്റ് ജനപ്രതിനിധികളും അവിടേക്ക് എത്തും. ഇപ്പോൾ നിലവിൽ കോങ്ങാട് MLA അടക്കം ഇവിടെ ഈ ഓരോ വീടുകളിലും പൊതുദർശനം നടത്തുന്ന ഓരോ വീടുകളിലും എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നാട്ടുകാരും മറ്റ് ആളുകളും എല്ലാം തന്നെ, സഹപാഠികളും എല്ലാം തന്നെ ഇവിടേക്ക് എത്തുന്നുണ്ട്. 10 മണിക്ക് ശേഷം കുപ്പനാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലായിരിക്കും ഈ കുട്ടികളുടെ ഖബറടക്കം കഴിയുക, ഖബറടക്കം ഉണ്ടാവുക. അത് ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നേരത്തെ നടത്താനാണ് മത പണ്ഡിതരുടെ എല്ലാം തീരുമാനം. പള്ളി നമസ്കാരത്തിന് മുൻപ് ഖബറടക്കം നടത്താനുള്ള ഒരു തീരുമാനമാണ് ഉള്ളത്. അതായത് 12:15 മുൻപ് ഖബറടക്കം നടത്തും. ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ വീടിൽ പൊതുദർശനം നടത്തുന്നു. അതിനുശേഷം അല്പസമയത്തിനകം ഹാളിൽ പൊതുദർശനം നടത്തും. ഇവർ പഠിച്ചിരുന്നത് കരിമ്പന ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അവിടെ പൊതുദർശനം നടത്തേണ്ട എന്നാണ് തീരുമാനം ഉള്ളത്. മറ്റ് അതിനു മുൻപ് പഠിച്ച സ്കൂളുകളിലും പൊതുദർശനം നടത്തുന്നില്ല. ഈ വീട്ടിലും ഹാളിലും പൊതുദർശനം നടത്തിയതിനു ശേഷം ഇവരുടെ ഖബറടക്കം ഉണ്ടാകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ അക്കാര്യത്തിലൊന്നും തന്നെ മാറ്റം വരുത്തിയിട്ടില്ല. കുപ്പനാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലായിരിക്കും ഖബറടക്കം നടക്കുക. കന്മനം റദാ ഫാത്തിമയുടെ വീട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ശിവദാസ് സംസാരിക്കുമ്പോൾ നമുക്ക് പശ്ചാത്തലത്തിൽ കേൾക്കാം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെയുള്ള രോദനങ്ങൾ. ബന്ധുക്കളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് നാട്ടുകാർക്കും അറിയില്ല. ഒപ്പം ഈ കുട്ടികളുടെ കൂടെ പഠിച്ചവർ ഇന്നലെ അവരറിയുന്നില്ല, ഇന്നലെ പരീക്ഷ കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഇന്ന് പരീക്ഷ എഴുതാൻ അവരുടെ കൂട്ടുകാരികൾ അവരോടൊപ്പം ഉണ്ടാകില്ല എന്നുള്ളത്. ഈ സ്കൂളിൽ പൊതുദർശനം ഉണ്ടാവില്ല, തൊട്ടടുത്തുള്ള ഒരു ഹാളിലാണ് പൊതുദർശനം ഉണ്ടാവുക. ഇപ്പോൾ വീടുകളിൽ നിന്ന് പൊതുദർശനത്തിന് ശേഷം അവിടെ കൊണ്ടുപോയി പൊതുദർശനം നടത്തിയ ശേഷം അവർ ഒരുമിച്ച് മടങ്ങും. 10 മണിയോടുകൂടി ഖബറടക്കം ഉണ്ടാകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഖബറടക്കത്തിനുള്ള തയ്യാറെടുപ്പുകളുമൊക്കെ പള്ളിയിൽ നടക്കുകയാണ് എന്നും റിപ്പോർട്ടുണ്ട്. ഈ 4 കൂട്ടുകാരികളുടെയും വീട് അടുത്തടുത്താണ്, ഒരു വഴിയിൽ തന്നെയാണ്. ഓരോ ഇടത്തും വന്ന് ബന്ധുക്കളെ ആശ്വസിപ്പിച്ച് അടുത്ത ഇടത്ത് അങ്ങനെ ഓരോ വീടുകളിലേക്ക് കയറി ചെല്ലുമ്പോഴേക്കും നമുക്ക് കാണാം ഈ നാട്ടുകാരുടെയും മറ്റു ബന്ധുക്കളുടെയും ഒക്കെ മുഖം എത്രത്തോളം മാറുന്നുണ്ട് എന്ന്. ആദ്യ ഇടത്ത് ദുഃഖം കടിച്ചമർത്തുന്നുവെങ്കിൽ 4ാമത്തെ എത്തുമ്പോഴേക്കും അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങിപ്പോകുന്നത്. ആ വീടുകളിലുള്ളവരെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാത്ത അവസ്ഥ കൂടിയുണ്ട് അവിടെ എത്തുന്ന ഓരോരുത്തർക്കും. മാത്രമല്ല ഈ സംഭവം കണ്ടു നിന്ന ഇർഫാനയുടെ അമ്മ ഇർഫാനയെ ആശുപത്രിയിൽ എത്തിക്കാനായി അവിടെ കാത്തു നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് ഈ കുട്ടികളെല്ലാം അവിടേക്ക് വരുന്നതും ഈ അപകടം സംഭവിക്കുന്നതും. ഈ അപകടം നേരിട്ട് കണ്ട ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇർഫാനയുടെ അമ്മയെ സംബന്ധിച്ചിടത്തോളം മറ്റ് നാട്ടുകാർക്ക് പോലും അത് കണ്ടു നിൽക്കാനുള്ള ഒരു
ശക്തിയില്ലായിരുന്നു എന്നാണ് അവർ പ്രതികരിക്കുന്നത്. പക്ഷെ ആ സമയത്ത് ഇർഫാനയുടെ അമ്മ ആ ഒരു അപകടം കണ്ടു നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആ മാനസികാവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എല്ലാ വീടുകളിലേക്കും ജനപ്രതിനിധികളും സാംസ്കാരിക നേതാക്കളും എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. 8:30-ക്കാണ് പൊതുദർശനം ആരംഭിക്കുക. 10 മണിയോടുകൂടി ഖബറടക്കം നടക്കുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്.